ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുഞ്ഞൻ മത്തി കുരുമുളക് ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മീഡിയം സൈസ് ഒരു സവാള, ഒരു തക്കാളി, 3 പെണമ്പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, 3 പച്ചമുളകും എടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫ് ഇടാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സവാള ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. നന്നായി മൂത്ത് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും കൂടെ ഒത്ത് ചോപ്പ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക. തക്കാളി ഇതുപോലെ നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കുരുമുളകാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മുളക് പൊടി 1/4 ടീസ്പൂൺ ആയത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് ഈ പൊടികൾ നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റുക. ഈ കുരുമുളക് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ പെണംപുളി വെള്ളത്തിയിട്ട് വെച്ചിരുന്നില്ലേ, ആ പുളി ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഈ മസാലയും സവാളയെല്ലാം നല്ലതുപോലെ വെന്ത് വരണം, അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായ ആ ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ഇവിടെ അടച്ചു വെച്ചു. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മസാലയും കൂട്ടെല്ലാം നല്ലതുപോലെ വറ്റി നല്ലതുപോലെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ബൗള് വെള്ളം വെത്താം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കി, ഉപ്പ് അല്പം കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുകയാണ്. കാരണം ഈ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1/2 ബൗൾ തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ വെള്ളവും വറ്റിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുകയാണ്. തേങ്ങാപ്പാലും ആഡ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞൻ മത്തിയും കൂടെ ആഡ് ചെയ്യാം. എല്ലാ മത്തിയും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കുരുമുളകിൻ്റെ ടേസ്റ്റും ആ പെണംപുളിയുടെ ടേസ്റ്റ് എല്ലാം അതിലിറങ്ങും. ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മീൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി ഈ മീൻ ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടെ വീത്തി ഉടനെ തന്നെ അടച്ചു വെച്ചിട്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്ക് സൂപ്പർ കുരുമുളകിട്ടുള്ള മത്തിക്കറി ഇവിടെ തയ്യാറാണ്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.